Hi all, welcome to the 6th class based on a geography chapter, Manufacturing Industries. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തത് പൊല്യൂഷനെ കുറിച്ചുള്ള ചില കാര്യങ്ങളായിരുന്നു. സോ ആക്ച്വലി ഇന്നത്തെ ഒരു ടോപ്പിക് ആ ടോപ്പിക്കിനെ കണ്ടിന്യൂഷനായി വരുന്ന ടോപ്പിക് തന്നെയാണ്. കാരണം ടോപ്പിക് നെയിം ഈസ് കൺട്രോൾ ഓഫ് എൻവയോൺമെൻറ്റൽ ഡിഗ്രഡേഷൻ. നമുക്കറിയാം ഈ ഡിഗ്രഡേഷൻ, എൻവയോൺ ഡിഗ്രഡേഷൻ ഒരുപാട് കാരണങ്ങളുണ്ട്. വൺ ഓഫ് ദ കോസ് ആണ് ഈ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്ന പൊല്യൂഷൻ. സോ നമ്മൾ ഈ ടോപ്പിക്കിൽ ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ നമുക്ക് ഇൻഡസ്ട്രീസ് ബേസിൽ ഉണ്ടാകുന്ന ഡിഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഈ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ 2 ടോപ്പിക്ക് മാത്രമാണ് ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. ഈ 2 ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫസ്റ്റ് പോയിന്റ്, മിനിമൈസിങ് ദ യൂസ് ഓഫ് വാട്ടർ ഫോർ പ്രോസസ്സിംഗ് ബൈ റീയൂസിങ് ആൻഡ് റീസൈക്ലിംഗ് ഇറ്റ് ഇൻ 2 or more സക്സസീവ് സ്റ്റേജസ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്കറിയാം ഏതൊരു ഇൻഡസ്ട്രി ആണെങ്കിലും അവിടെ വാട്ടർ വളരെ എസെൻഷ്യലാണ്. കാരണം എല്ലാ ഇൻഡസ്ട്രീസും അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ സ്റ്റേജ് ഒരുപാട് വാട്ടറിൻ്റെ യൂസ് വരുന്നുണ്ട്. അപ്പോൾ അവർ ഈ വാട്ടർ നമ്മൾ ഒരു തവണ യൂസ് ചെയ്ത വാട്ടർ തന്നെ വീണ്ടും ഉപയോഗിക്കുന്ന കാര്യം ദാറ്റ്സ് നോൺ ആസ് റീയൂസിങ്. സോ ഈ റീയൂസിങ്ങിലൂടെയും റീസൈക്ലിങ്ങിലൂടെയും ഒക്കെ അവർക്ക് ഈ വാട്ടറിൻ്റെ യൂസേജ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഒരു മെറിറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ്, മിനിമൈസിങ് ദ യൂസ് ഓഫ് വാട്ടർ ഫോർ പ്രോസസ്സിങ്. ഇവിടെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിന് വരുന്ന ആ ഒരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അത് നമുക്ക് ഈ റീയൂസ് ചെയ്തിട്ടും റീസൈക്കിൾ ചെയ്തിട്ടും അതിൻ്റെ യൂസേജ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് നമുക്ക് എല്ലാം അറിയുന്ന ഒരു ജനറൽ പോയിന്റ് തന്നെയാണ്, ഹാർവസ്റ്റിംഗ് ഓഫ് റെയിൻ വാട്ടർ ടു മീറ്റ് വാട്ടർ റിക്വയർമെൻറ്റ്സ്. അതായത് നമുക്ക് ഇൻഡസ്ട്രിയിൽ മാത്രം നമുക്ക് വീട്ടിലും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമുക്ക് ഈ ഒരു മെത്തേഡിലൂടെ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിലൂടെ നമുക്ക് ഈ സ്റ്റിൽ നമുക്ക് വാട്ടറിൻ്റെ യൂസ് മിനിമൈസ് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് വൺ, ട്രീറ്റിംഗ് ഹോട്ട് വാട്ടർ. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഡിസ്കസ് ചെയ്തിരുന്നു. സാധാരണ ചെയ്യാറുള്ള ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഈ പൊല്യൂട്ടൻ്റ് കലർന്ന ഈ എഫ്ലുവൻസ് കലർന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടറാണ് നമ്മൾ പലപ്പോഴും ഈ വാട്ടർ സോഴ്സിലേക്ക് നേരിട്ട് ഒഴുക്കി വിടാറുള്ളത്. സോ ഇവിടെ തേർഡ് പോയിന്റ് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തന്നെയാണ്, ട്രീറ്റിംഗ് ഹോട്ട് വാട്ടർ ആൻഡ് എഫ്ലുവൻസ് ബിഫോർ റിലീസിങ് ദം ഇൻ റിവേഴ്സ് ആൻഡ് പോണ്ട്സ്. അതായത് നമുക്ക് അങ്ങനെ ഈ ഹോട്ട് വാട്ടർ ഈ എഫ്ലുവൻസ് കലർന്നിട്ടുള്ള മിക്സ്ഡ് ആയിട്ടുള്ള ഹോട്ട് വാട്ടർ ഈ വാട്ടർ ബോഡീസിൽ ഒഴുക്കി വിടുന്നതിന് മുമ്പ് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഈ പോയിന്റിൽ പറയുന്നത്. സോ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യാൻ പറ്റും? ട്രീറ്റ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ എഫ്ലുവൻസ് ക്യാൻ ബി ഡൺ ഇൻ 3 phases. അതായത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള 3 ഫേസ് ഉപയോഗിച്ചിട്ട് 3 സ്റ്റേജ് 3 ഘട്ടങ്ങൾ ഉപയോഗിച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. ഇനി അതാണ് ഈ അവസാനത്തെ ഈ 3 പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ഈ ABS കൊടുത്തിരിക്കുന്ന ഈ പോയിന്റ്സ് ആക്ച്വലി തേർഡ് പോയിന്റിൻ്റെ സബ് പാർട്ടായിട്ട് വരുന്ന കാര്യങ്ങളാണ്. നമുക്ക് നോക്കാം ഓരോന്നായിട്ട് ഏതൊക്കെയാണ് ഈ 3 ഫേസസ്, എങ്ങനെയൊക്കെയാണ് നമുക്ക് ഈ ഹോട്ട് വാട്ടർ അത് നമ്മൾ പ്യൂരിഫൈ ചെയ്യുന്നതിൻ്റെ 3 ഫേസാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസ്, ദാറ്റ് ഈസ് നോൺ ആസ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. ഇവിടെ നിങ്ങൾ ഒരുപാട് സയൻറ്റിഫിക് ടേംസ് കാണും. അന്ന് കണ്ടെന്ന് പേടിക്കാൻ നിൽക്കണ്ട. CBSE ഒരിക്കലും നിങ്ങളോട് ഇതൊന്നും ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാനോ ചോദിക്കില്ല. ജസ്റ്റ് ആ പോയിന്റ് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ദിസ് ഇൻവോൾവ്സ് സ്ക്രീനിങ്, ഗ്രൈൻഡിങ്, ഫ്ലോക്കുലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ. അതായത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൈമറി ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചാണ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റ് ബൈ മെക്കാനിക്കൽ മീൻസ്. ഇവിടെ വേണ്ടി നമ്മൾ 4 സ്ട്രാറ്റജിയാണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ സ്ക്രീനിങ്, സെക്കൻഡ് വൺ ഗ്രൈൻഡിങ്, ഫ്ലോക്കുലേഷൻ ആൻഡ് സെഡിമെൻറ്റേഷൻ. നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊന്നും എന്താണെന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ പറയാം. ഇവിടെ സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വാട്ടറിൽ അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിലെയും സ്ക്രീൻ ചെയ്യുക. അതായത് അവിടെ സോളിഡ് പാർട്ടിക്കിൾ മാറ്റിയൊരു ഭാഗത്ത് വയ്ക്കുന്നു, അത് സെപ്പറേറ്റ് ചെയ്യുന്നു. അതുപോലെ അതിലെ ലിക്വിഡ് കാര്യം സെപ്പറേറ്റ് ചെയ്യുന്നു. ആ ഒരു ടേം ഉദ്ദേശിച്ചാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതുപോലെ സെഡിമെൻറ്റേഷൻ്റെ കാര്യം നമുക്കറിയാം. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അലോയിങ് പാർട്ടിക്കിൾസ് ഇൻ എ സസ്പെൻഷൻ ഇൻ വാട്ടർ. അതുപോലെ സെഡിമെൻറ്റേഷൻ ആയിരുന്നു ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ ഈ സയൻസിൽ പഠിക്കുന്ന ടേംസ് തന്നെ ആയിരിക്കും. ചിലപ്പോൾ 10th പഠിക്കുന്നുണ്ടാവും, ഒരു 9th പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവാം. സെഡിമെൻറ്റേഷൻ കുറച്ചുകൂടെ കോമൺ ആയിട്ട് നമുക്ക് അറിയുന്ന ഒരു ടേം ആയിരിക്കും. ഇറ്റ്സ് എ പ്രോസസ് ഓഫ് അലോയിങ് പാർട്ടിക്കിൾ ഇൻ സസ്പെൻഷൻ ഇൻ വാട്ടർ ടു സെറ്റിൽ ഔട്ട്. അതായത് നമ്മളൊരു സസ്പെൻഷൻ ഇങ്ങനെ കുറച്ച് നേരം അനങ്ങാതെ വെക്കുക. സോ ഓട്ടോമാറ്റിക്കലി അതിലുള്ള ഒരു ഇമ്പ്യൂരിറ്റീസ് ഒക്കെ താഴത്ത് വന്ന് അടിഞ്ഞു നിൽക്കും. അതാണ് സെഡിമെൻറ്റേഷൻ. അതുപോലെ ഗ്രൈൻഡിങ്, നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് അതിൻ്റെ ആ ഒരു പ്രോസസ് അതിൻ്റെ എഫ്ലുവൻസ് മാറ്റുന്ന ഒരു രീതി. അതുപോലെ ഫ്ലോക്കുലേഷൻ കുറച്ചുകൂടെ കോംപ്ലക്സ് ആണെന്ന് തോന്നുന്നു. സോ ഇനി അതുകൊണ്ട് ഇതൊന്നും ബൈഹാർട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഈ ഒരു ടേംസ് മാത്രം ഓർത്തിരുന്നാൽ മതി. എന്താണെന്ന് ഒരിക്കലും നിങ്ങൾ ഡിഫൈൻ ചെയ്യാനൊന്നും ചോദിക്കില്ല. ഒറ്റ കാര്യം ഓർത്തിരിക്കുക, ഇതെല്ലാം വരുന്നത് പ്രൈമറി ട്രീറ്റ്മെൻറ്റിലാണ്. ഇനി നെക്സ്റ്റ് വണ്ണാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് മെയിനായിട്ടും ബയോളജിക്കൽ പ്രോസസ്സാണ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ബൈ ബയോളജിക്കൽ പ്രോസസ്. അതായത് നമ്മൾ എന്തെങ്കിലും ചില മൈക്രോബിന് ആഡ് ചെയ്തിട്ടോ അതൊക്കെ ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഇമ്പ്യൂരിറ്റീസ് കുറയ്ക്കാൻ ശ്രമിക്കുന്ന ആ ഒരു രീതി, അതാണ് ബയോളജിക്കൽ പ്രോസസ്സ് വരുന്നത്. അതാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ്.
സോ പ്രൈമറി ഫസ്റ്റ് വരുന്നത് മെയിനായിട്ടും വരുന്ന മെക്കാനിക്കൽ മീൻസ് ആണ്. നമ്മൾ മെക്കാനിക്കലി ഇതൊക്കെ ഇമ്പ്യൂരിറ്റീസ് മാറ്റുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ സെക്കൻഡറി ബയോളജിക്കലാണ്. ഇനി ടെറിഷറി ആണെങ്കിൽ അതൊരു കോമ്പിനേഷനാണ്. ടെറിഷറിയിൽ വരുന്നത് ടെറിഷറി ട്രീറ്റ്മെൻറ്റ് ബൈ ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ്സ്. അതായത് ഈ 3 പ്രോസസ്സും ഒരുമിച്ച് കുറച്ചുകൂടെ കോംപ്ലക്സ് ആണ്. നമ്മൾ പ്രൈമറി മെക്കാനിക്കൽ മീൻസിലൂടെ മാത്രം അത് റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നു. സെക്കൻഡറിയിലാകും ബയോളജിക്കൽ പ്രോസസ്സ് മാത്രമേ യൂസ് ചെയ്യുന്നു. എന്നാൽ ടെറിഷറി വരുമ്പോൾ അവിടെ നമുക്ക് 3ൻ്റെ ഒരു കോമ്പിനേഷനാണ് കാണുന്നത്, ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ. ദിസ് ഇൻവോൾവ്സ് റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് വാട്ടർ. ഈ ഒരു ഫേസിലാണ്, ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആ വാട്ടറിനെ റീസൈക്കിൾ ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. കാരണം നമ്മൾ ഫസ്റ്റ് 2 ട്രീറ്റ്മെൻറ്റ് വഴി നമ്മൾ അതിനെ ഇമ്പ്യൂട്ട് ചെയ്ത ശേഷം എല്ലാം മിനിമൈസ് ചെയ്തു, അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കി. ഇനി ഇവിടെ വെച്ച് നമ്മളതിനെ വീണ്ടും റീസൈക്കിൾ ചെയ്തിട്ട് നമ്മൾ ഈ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞല്ലോ, നമുക്ക് വീണ്ടും നമ്മുടെ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇൻഡസ്ട്രീസ് ഉണ്ടാകുന്ന ഒരു എഫ്ലുവൻസ് അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവസാന ഒരു ടോപ്പിക്കാണ് NTPC. ഇതുകൊണ്ട് ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ വർഷവും CBSE അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഈ ഒരു ഏരിയ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയയാണ് NTPC. ഇത് ആക്ച്വലി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഡീഗ്രഡേഷൻ ടോപ്പിക്കുമായിട്ട് ഡയറക്റ്റ്ലി കണക്ഷൻ വരുന്ന ടോപ്പിക്കാണ്. കാരണം NTPC എന്ന് പറയുന്നത് ഇറ്റ്സ് എ പവർ കോർപ്പറേഷൻ. ബട്ട് സ്റ്റിൽ അവർ ഒരുപാട് ഡീഗ്രഡേഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നൊരു കോർപ്പറേഷനാണ് NTPC എന്ന് പറയുന്നത്. സാധാരണ ഈ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് എങ്ങനെയാണ്, അനലൈസ് ദ സ്റ്റെപ്സ് ദാറ്റ് ഹാവ് ബീൻ ടേക്കൺ ബൈ NTPC ടു പ്രൊട്ടക്ട് എൻവയോൺമെൻറ്റ്. അല്ലെങ്കിൽ ചോദിക്കുക വാട്ട് ആർ ദ പ്രൊആക്റ്റീവ് അപ്രോച്ച് ഓഫ് NTPC ടു റെഡ്യൂസ് ഓർ ടു പ്രൊട്ടക്ട് എൻവയോൺമെൻറ്റ്. ഇതേപോലെ ഈ പ്രൊആക്റ്റീവ് അപ്രോച്ച് എന്നുള്ള വാക്ക് പലപ്പോഴും റിപ്പീറ്റ് ചെയ്ത് കാണാറുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ പ്രൊആക്റ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോസസ് അറിയപ്പെടുന്ന പേരാണ് പ്രൊആക്റ്റീവ് അപ്രോച്ച്. അപ്പോൾ ആക്ച്വലി ഇവിടെ NTPC ചെയ്യുന്നത് അത് തന്നെയാണ്. ഇവിടെ പ്രോബ്ലം എന്ന് പറയുന്നത് എൻവയോൺ ഡിഗ്രഡേഷനാണ്. അത് പലപ്പോഴും അത് ഉണ്ടായതിന് മുമ്പ്, അത് അപ്പിയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇവരത് എലിമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. സോ ദെയർ അപ്രോച്ച് ഈസ് നോൺ ആസ് പ്രൊആക്റ്റീവ് അപ്രോച്ച്. നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അബൌട്ട് NTPC. സോ ഫുൾ ഫോം ഓർത്തിരിക്കുക, നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ. ഇനി നമുക്ക് നോക്കാനുള്ളത് എങ്ങനെയൊക്കെയാണ് ഇവർ ഈ ഡിഗ്രഡേഷൻ മിനിമൈസ് ചെയ്യുന്നതാണ്. ഫസ്റ്റ് പോയിന്റ്, ഒപ്റ്റിമം യൂസ് ഓഫ് എക്യുപ്മെൻറ്റ് ബൈ അഡോപ്റ്റിംഗ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് അപ്ഗ്രേഡിംഗ് ദ എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. ഇതേവർ ചെയ്യുന്ന ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മൾ ഈ വേസ്റ്റ് ജനറേഷൻ കുറയ്ക്കാൻ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന മെഷീനറി അത് അപ്ഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. കാരണം അല്ലെങ്കിൽ ടെക്നോളജി, മെഷീനറി മാത്രമല്ല ടെക്നോളജി, അതിൽ വരുന്ന ഒരു കാര്യം മാത്രമാണ് മെഷീനറി. നമ്മൾ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓൾഡ് ടെക്നോളജി ആണെങ്കിൽ അത് കാരണം ഒരുപാട് ഈ ഡിഗ്രഡേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മോഡേൺ മെഷീനറി അല്ലെങ്കിൽ ടെക്നോളജി അപ്ഡേറ്റിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഡെപ്ത് കുറയ്ക്കാൻ പറ്റും. എൻവയോൺ ഡിഗ്രഡേഷൻ ഡെപ്ത് നമുക്ക് ഈ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്, ഒപ്റ്റിമം യൂസ് ഓഫ് എക്യുപ്മെൻറ്റ് ബൈ അഡോപ്റ്റിംഗ് ദ ലേറ്റസ്റ്റ് ടെക്നോളജി ആൻഡ് അപ്ഗ്രേഡിംഗ് ദി എക്സിസ്റ്റിംഗ് എക്യുപ്മെൻറ്റ്. അതാണ് അവർ ചെയ്യുന്ന ഫസ്റ്റ് സ്റ്റെപ്പ് ടു റെഡ്യൂസ് എൻവയോൺ ഡിഗ്രഡേഷൻ. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മിനിമൈസിങ് ദ വേസ്റ്റ് ജനറേഷൻ ബൈ മാക്സിമൈസിങ് ആഷ് യൂട്ടിലൈസേഷൻ. ഇവിടെ നിങ്ങൾക്കൊരു പുതിയൊരു വേർഡ് വരുന്നുണ്ട്, ആഷ് യൂട്ടിലൈസേഷൻ. മാക്സിമം നമ്മൾ ആഷ് യൂട്ടിലൈസ്. അപ്പോൾ എന്താണ് ഈ ആഷ് ടോപ്പിക്, ഒരു ഡൗട്ട് എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ആഷ് എന്ന് പറയുന്ന ഒന്നുമല്ല, നമ്മൾ സാധാരണ ഈ ചില ഇൻഡസ്ട്രിയൽ യൂണിറ്റ് നമ്മൾ ചില കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ബൈ പ്രൊഡക്റ്റ് എന്ന് പറയുമല്ലോ, അങ്ങനെ ഈ ബൈ പ്രൊഡക്റ്റായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ആഷ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആഷ് എന്ന്. ഇതൊരു വേസ്റ്റ് ആണ്, ആക്ച്വലി ഇറ്റ്സ് എ വേസ്റ്റ്. ബട്ട് നമുക്ക് ഈ വേസ്റ്റിനെ പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഈ വേസ്റ്റ് നമ്മൾ എവിടെയും കൊണ്ട് ഡംപ് ചെയ്യുന്നതിന് പകരം ഇതിന് നമുക്ക് പല രീതിയിലും യൂട്ടിലൈസ് ചെയ്യാം. അതിന് പൊതുവായിട്ട് പറയുന്ന ഒരു ടേമാണ് ആഷ് യൂട്ടിലൈസേഷൻ. സോ അവർ ഈ ആഷ് യൂട്ടിലൈസേഷൻ്റെ കാര്യം അവരിതിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സോ മിനിമൈസിങ് ദ വേസ്റ്റ് ജനറേഷൻ, അതായത് ഈ വേസ്റ്റ് കൂടുതൽ ഇങ്ങനെ കൂടുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ വേസ്റ്റിനെ മറ്റൊരു രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുക. അതാണ് സെക്കൻഡ് പോയിന്റ്, ബൈ മാക്സിമൈസിങ് ആഷ് യൂട്ടിലൈസേഷൻ. ഇനി തേർഡ് പോയിന്റ് വളരെ സിമ്പിളാണ്, നമുക്ക് അറിയുന്ന ഒരു ടോപ്പിക് തന്നെയാണ്, പ്രൊവിഷൻ ഫോർ ഗ്രീൻ ബെൽറ്റ് ഫോർ മെയിൻറ്റെയിനിങ് എക്കോ സിസ്റ്റം ത്രൂ അഫോറസ്റ്റേഷൻ. സോ ഇവരൊരു പവർ കോർപ്പറേഷൻ ആണെങ്കിൽ ഇവരും അഫോറസ്റ്റേഷൻ കൂടി പ്രൊമോട്ട് ചെയ്യുന്ന, അതായത് അഫോറസ്റ്റേഷൻ പോലെ നമുക്കൊരു ഗ്രീൻ ബെൽറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന, അതുവരെ അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഈ NTPC എന്ന് പറയുന്നത്. സോ തേർഡ് പോയിന്റ് ഇത്രയേ ഉള്ളൂ. ഇവിടെ മെയിനായിട്ട് വരുന്ന ഒരു കീവേഡ് എന്ന് പറയുന്നത് അഫോറസ്റ്റേഷൻ. ദേ ആൾസോ പ്രൊമോട്ട് അഫോറസ്റ്റേഷൻ. കാരണം നമുക്ക് അഫോറസ്റ്റേഷൻ വഴി നമുക്ക് ഈ ഡിഗ്രഡേഷൻ ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാനൊക്കെ
പറ്റുന്നുണ്ട്. അതാണ് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ്, ഇനി ഇപ്പോൾ ഇതിൽ ഓർത്തിരിക്കേണ്ട വേർഡ് എന്ന് പറയുന്നത് അഫോറസ്റ്റേഷൻ ആണ്. ഇനി ഫോർത്ത് പോയിന്റ് ആണ് അബൌട്ട് NTPC. റെഡ്യൂസിങ് ദ പൊല്യൂഷൻ ഓഫ് ദ എൻവയോൺമെൻറ്റ് ത്രൂ ആഷ് പോണ്ട് മാനേജ്മെൻറ്റ്, ആഷ് വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം ആൻഡ് ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇതിൽ 3 കാര്യങ്ങളാണ് വരുന്നത്. നമുക്ക് എൻവയോൺമെൻറ്റ് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടി NTP സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, ആഷ് പോണ്ട് മാനേജ്മെൻറ്റ്. ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ആഷ് എന്ന് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ ഇൻഡസ്ട്രി യൂണിറ്റിൽ നിന്നുണ്ടാവുന്ന ഒരു ബൈ പ്രൊഡക്റ്റ് ആണ് ആഷ്. അതൊരു വേസ്റ്റ് ആണ്, ബട്ട് സ്റ്റിൽ വി ക്യാൻ യൂസ് ഇറ്റ് ഫോർ വെറൈറ്റി ഓഫ് അതർ പർപ്പസസ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ആഷ് യൂട്ടിലൈസേഷന് വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടാണ് എനിക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം അതിലെ ആഷുകളാണ്. അപ്പോൾ നമ്മൾ ഈ ആഷ് പല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം അതിനൊരു ആഷ് പോണ്ട് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത് അതിലാണ് നമ്മൾ ഡംപ് ചെയ്യുന്നത്. ഇതൊരു പെർമനൻറ്റ് ഡംപിങ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത് നമ്മൾ പിന്നെ പല പർപ്പസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. അതാണ് ഫസ്റ്റ് വരുന്നത്. ആഷ് പോണ്ട് മാനേജ് എന്ന് പറയുന്നത് ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ആഷ് വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം, അത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ആഷ് എന്താ മനസ്സിലായി. അപ്പോൾ ഈ ആഷ് മിക്സ്ഡ് ആയിട്ടുള്ള വാട്ടർ, അപ്പോൾ അത് ഒരു ഇംപ്യൂർ വാട്ടർ ആണല്ലോ. അപ്പോൾ അത് നമ്മൾ റീസൈക്കിൾ ചെയ്ത് പിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിനുപയോഗിക്കുന്ന ടേമാണ് ആഷ് വാട്ടർ റീസൈക്കിൾ. അതായത് ആഷ് മിക്സ്ഡ് ആയിട്ടുള്ള വാട്ടർ റീസൈക്കിൾ ചെയ്യുന്ന ആ പ്രോസസ്സ് അറിയപ്പെടുന്ന പേരാണ് ആഷ് വാട്ടർ റീസൈക്ലിംഗ് സിസ്റ്റം. ഇനി ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, അതായത് ഇൻഡസ്ട്രി യൂണിറ്റിൽ നിന്ന് സോളിഡ് വേസ്റ്റ് മാത്രമല്ല ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ ആഷൊക്കെ ഒരു സോളിഡ് വേസ്റ്റ് പെടുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഈ ആഷ് അല്ലാതെ ചില ലിക്വിഡ് വേസ്റ്റും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിലും കൂടെ ഈ NTPC ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 വഴിയിലൂടെ അവർ എൻവയോൺ ഡിഗ്രഡേഷൻ മാക്സിമം കുറയ്ക്കാൻ ട്രൈ ചെയ്യുന്നു. അതാണ് ഫോർത്ത് പോയിന്റ് അബൌട്ട് NTPC. ഇനി ലാസ്റ്റ് പോയിന്റ്, എക്കോളജിക്കൽ മോണിറ്ററിംഗ്, റിവ്യൂയിങ് ആൻഡ് ഓൺലൈൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഫോർ ഓൾ ഇറ്റ്സ് പവർ സ്റ്റേഷൻ. ഇവിടെ അവർ ചെയ്യുന്നത് എക്കോളജിക്കൽ മോണിറ്ററിംഗ്, അതായത് ഈ നമ്മുടെ എൻവയോൺമെൻറ്റ് വരുന്ന ഡീഗ്രഡേഷൻ അവർ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ വാച്ച് ചെയ്യുന്നുണ്ട്. അതറിയപ്പെടുന്ന പേരാണ് എക്കോളജിക്കൽ മോണിറ്ററിംഗ്. അതുപോലെ അവർ മോണിറ്റർ ചെയ്യുക മാത്രമല്ല, ദേ റിവ്യൂ ഇറ്റ് ലേറ്റർ ആൻഡ് ദേ കീപ്പ് എ ഓൺലൈൻ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് ഓഫ് ഓൾ ഇറ്റ്സ് പവർ സ്റ്റേഷൻ. ആക്ച്വലി ഇദ്ദേഹം പറഞ്ഞു ഇതൊരു പവർ കോർപ്പറേഷൻ, ഇന്ത്യയിലെ ഒരുപാട് പവർ സ്റ്റേഷൻ ഇതിൻ്റെ കൺട്രോളിലാണ് വരുന്നത്. സോ ഇവർക്ക് ഈ പവർ സ്റ്റേഷനെ കുറിച്ച് എല്ലാം ഉള്ളൊരു ഡാറ്റാബേസ് ഇവരുടെ കയ്യിലുണ്ടായിരിക്കും. അപ്പോൾ അത് അനലൈസ് നമുക്ക് അറിയാൻ പറ്റും. ഒരു വർഷം അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് ഇൻ്റർവെല്ലിൽ എത്ര % വേസ്റ്റ് അവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അവർ ആ വേസ്റ്റ് അത് മാനേജ് ചെയ്യുന്നതൊക്കെ അവർക്ക് കൃത്യമായിട്ട് അവരുടെ കയ്യിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതുകൂടെ ഈ NTPCയുടെ ഡ്യൂട്ടിയാണ്. സോ ഓർത്തിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ക്വസ്റ്റ്യൻ വരാറുള്ള എങ്ങനെയാണ് സ്റ്റെപ്പ് ടേക്കൺ ബൈ NTPC ടു റെഡ്യൂസ് പൊല്യൂഷൻ. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു വേർഡ് നിങ്ങൾ കാണാൻ കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. പ്രോ ആക്റ്റീവ് അപ്രോച്ച്. അത് ഇത്രയേ ഉള്ളൂ. നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോബ്ലം വരുന്നതിന് മുമ്പ് അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. സോ ഇത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിലെ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്. സോ ക്ലാസ് യൂസ്ഫുൾ വിചാരിക്കുന്നു. ഉണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങളുടെ കമൻറ്റും ഡൗട്ടൊക്കെ നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്.